ശ്രീ ഹരിദാസ്, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു അഹങ്കാരവും അഹന്തയുമായിട്ട് മമത മുന്നോട്ട് പോകുന്നത്? നോക്കൂ, അവരുടെ മകളുടെ പ്രായമുള്ളൊരു ഒരു പിന്നെ കുട്ടിയാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് പിന്നെ കൊല്ലപ്പെട്ടത്. എന്നിട്ടും മമത ആ ഒരു സംഭവത്തെ അവർ അതിൻ്റെ ഒരു ഗൗരവത്തോടെ സമീപിച്ചിട്ടില്ല എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഇപ്പോഴും ആ പ്രതിഷേധത്തെ അടിച്ചമർത്താനാണ് നോക്കുന്നത്. സ്വാഭാവികമായി ഡോക്ടർമാർ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനായി തെരുവിലിറങ്ങും. ഇന്ന് സുപ്രീം കോടതി പറഞ്ഞു, പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യുകയല്ല വേണ്ടത്, അതല്ല വേണ്ടത്. പ്രതിഷേധം സ്വാഭാവികമാണ്, അതിൻ്റെ വഴിക്ക് വിടണം. പക്ഷേ അങ്ങനെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നൊരു പരാമർശം ഉണ്ടായിട്ടും ഇന്നും പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തിച്ചാർജ് ഉണ്ടായി ബംഗാളിൽ. എന്തുകൊണ്ടായിരിക്കും മമതയെ ഇതൊന്നും ഒരു തരത്തിലും ബാധിക്കാത്തത്? വേണുജി പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് വേണം അനിൽ നമ്പ്യാർ പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് എത്താൻ. അതായത് അദ്ദേഹം റിപ്പൺ ബിൽഡിങ്ങിലേക്ക് മമത നയിച്ചൊരു കോൺഗ്രസ്സിൽ അവരുണ്ടായിരുന്ന സമയത്ത്, യൂത്ത് കോൺഗ്രസ്സിലുണ്ടായിരുന്ന സമയത്ത് നയിച്ചൊരു പ്രത്യക്ഷ സമരത്തിൻ്റെ കാര്യം ആവേശപൂർവ്വം പറഞ്ഞു. അതിലെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, അന്ന് മമതയ്ക്ക് അധികാരം ലക്ഷ്യമല്ല. ആ മമതയിൽ നിന്ന് ഇപ്പോൾ അധികാരത്തിലെത്തിയ മമതയിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണെങ്കിലും അവരിലേക്ക് വന്ന മാറ്റം അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് കിരാത പ്രവൃത്തികൾക്കും കൂട്ടുനിൽക്കണം. കാരണം അവരുടെ അണികൾ, ഞാൻ അറിഞ്ഞിടത്തോളം, എനിക്കറിയില്ല, എനിക്ക് കൽക്കത്തയിലൊക്കെ ഉള്ള കുറച്ചുള്ള കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 50% ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ പിന്തുണയ്ക്കുന്ന 50% ആൾക്കാരും ക്രിമിനൽ പശ്ചാത്തലമുള്ള അവിടുത്തെ കൊടും ക്രൂരരായിട്ടുള്ള ആളുകളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം അവരെ നിയന്ത്രിക്കാനോ അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കത്തക്ക തോതിലുള്ള ഒരു നടപടി കൈക്കൊള്ളാനോ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് തൻ്റെ അധികാരം തന്നിൽ നിന്ന് ചോർന്നു പോകുമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന മമത കളിക്കുന്ന ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി കളിയാണ് ഇപ്പം ഇത്. അതായത് ഇരയോടൊപ്പമാണെന്ന് നമ്മളോടും അതുമാതിരി തന്നെ കൽക്കത്തയിലുള്ളവരോടും ഇന്ത്യയിലെ ജനങ്ങളോടും മുഴുവൻ തോന്നിപ്പിക്കുമാറ് പെരുമാറുമ്പോഴും അവർ ഇത്തരം ക്രൂരമായ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയ പ്രതികൾക്ക് പരമാവധി ഒത്താശ ചെയ്യുന്ന വിധത്തിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, ഈ അസമയം എന്നൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഈ അസമയത്ത് സ്ത്രീകൾ നടക്കുക, അസമയത്ത് സ്ത്രീകൾ ഇറങ്ങി നടന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അസമയത്ത് അവർക്ക് എന്തുകൊണ്ട് പോയി, കോടതികളിലൊക്കെ നിറയെ കേൾക്കുന്നൊരു വാക്കാണത്. എന്താണ് ഈ സ്ത്രീകൾക്ക് ഒരു അസമയം? ഇപ്പം ഈ പെൺകുട്ടിക്ക് ഈ ക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്നത് അസമയത്ത് റോട്ടിലൂടെ നടന്നത് കൊണ്ടല്ല. സുരക്ഷിതമായി സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനം നൽകി തൻ്റെ 36 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവർ വിശ്രമിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് ക്രൂരന്മാരായ ഇത്തരം ആൾക്കാർ, അത് ഒരു വ്യക്തിയാണോ കുറേ പേരുണ്ടോ എന്നൊന്നും ഇനിയും ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ അനിൽ നമ്പ്യാർ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്യാവശ്യം CCTV ക്യാമറകളൊക്കെ അവിടെ ഉണ്ടാവില്ലേ? എന്നിട്ടും ഇരുട്ടിൽ തപ്പുന്ന വിധത്തിലുള്ള വാർത്തകളാണ് കൽക്കത്തയിൽ നിന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ, നിങ്ങളുടെ സഹപ്രവർത്തകരായവരിൽ നിന്നൊക്കെ പുറത്തു വരുന്നത്. പ്രതികൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടോ, അല്ലെങ്കിൽ കുറേ പേരുണ്ടോ? ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലും ചോദിക്കുന്നു, ഇത് ഒരാൾ ഒറ്റയ്ക്കാണോ ചെയ്തത്? 14 മുറിവേറ്റ് കിടക്കുന്ന ഒരു പാവം പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് ആ കോളേജിലെ പ്രിൻസിപ്പാൾ പറയുകയാണ് ഇത് ആത്മഹത്യയാണ് എന്ന് വീട്ടുകാരെ അറിയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ആ പ്രിൻസിപ്പളിന്റെ അപച്യുതി എത്തിയെങ്കിൽ എന്താണ് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. സ്ത്രീകൾക്ക് ഇവിടെ ഒരു അങ്ങനെ ഒരു പരാമർശം നടത്തില്ല ശ്രീ ഹരിദാസ്. സ്വബോധത്തോടെ അങ്ങനെ ഒരു പരാമർശം നടത്തില്ല. ഒന്നുകിൽ അദ്ദേഹം ഡ്രങ്കണായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ വല്ല ലഹരിയും ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപക്ഷെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമായിരിക്കാം. അങ്ങനെയല്ലേ സംശയിക്കാനാവൂ? ഈ അതെ, അതിൽ ഡ്രങ്കൻ്റെ കാര്യത്തിന് ഞാൻ വിടാം. കാരണം അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹം എന്താണ് ഇത് നേരെ മറിച്ച് താങ്കൾ പറഞ്ഞ ബാക്കി 2 കാര്യങ്ങൾ സത്യമാണ്. ഒന്ന് മുകളിൽ നിന്നുള്ള പ്രഷർ, അല്ലെങ്കിൽ കത്തിമുനയിലാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഉണ്ടാകാൻ, പുറത്തേക്ക് ആശുപത്രിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് നമുക്കറിയില്ലേ. വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്രമസമാധാന നിലയെക്കുറിച്ചിട്ട് ഇന്ന് സുപ്രീം കോടതി പറയുന്നതിന് മുമ്പൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടുത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അവിടെ പാതി ഭരണമേ ആ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾക്കുള്ളൂ, ബാക്കിയൊക്കെ ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന സംഗതിയല്ലേ.
അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറയില്ലേ, അപ്പോൾ ഞാനൊരു ചർച്ചയിൽ ഒരു മാന്യനായ ഒരു പ്രതികരണ വ്യക്തി പറയുന്നത് കേട്ടു. അതായത് രാത്രികാല ഡ്യൂട്ടികളിലെ സ്ത്രീ ഡോക്ടർമാരെ, വനിതാ ഡോക്ടർമാരെ ഉൾപ്പെടുത്താതിരിക്കുക, അതിനൊരു പരിഹാര മാർഗം എന്ന നിലയ്ക്ക്. എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്. സ്ത്രീക്കും പുരുഷനും തുല്യാവകാശത്തിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് നമ്മൾ അങ്ങേയറ്റം കോടതി കയറുന്നു, നമ്മൾ അതിന് വേണ്ടിയിട്ട് നവോത്ഥാനം അതിൽ സൃഷ്ടിക്കുന്നു, നമ്മൾ അതിന് വേണ്ടിയിട്ട് കൈകോർക്കുന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നു രാത്രികാല ഡ്യൂട്ടികളിൽ നിന്ന് സ്ത്രീകളെ മൊത്തത്തിൽ ഒഴിവാക്കണം. ഡോക്ടറായാലും വനിതാ കണ്ടക്ടറായാലും അല്ലെങ്കിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന IT മേഖലയിലായാലും സ്ത്രീകളെ ഒഴിവാക്കണമെന്നൊക്കെ നമുക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റാത്തതിന് നമ്മൾ പറയുന്നതാണോ ശരി? ഈ ആസ്പത്രികളിൽ സ്ത്രീ ഡോക്ടർമാരെ, നമുക്ക് വനിതാ ഡോക്ടർമാരെ രാത്രികാല ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയാൽ അവിടുത്തെ വനിതകളായ നഴ്സുമാരെ എന്ത് ചെയ്യും? ആസ്പത്രി സ്തംഭിച്ചു പോവില്ലേ? ഇന്ത്യയിലത്തെ ഒരു 75-80% നേഴ്സുമാരും വനിതകളായിട്ടല്ലേ ജോലി ചെയ്യുന്നത്. അപ്പം ഇതൊന്നുമല്ല ഇതിന് പരിഹാരം വേണ്ടത്. അതാത് സംസ്ഥാനങ്ങൾ ഇത്തരം ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായ സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ പറയില്ല, അതിനുള്ള സെക്യൂരിറ്റി പരിതസ്ഥിതികൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഈ സംഭവത്തിൽ ഈ മമത എന്ന് പറയുന്ന സ്ത്രീ, അവർ അവിവാഹിതയാണ് എന്നാണ് എൻ്റെ അറിവ്. അവർക്ക് മക്കളില്ല. നിങ്ങൾ ശ്രീ അനിൽ നമ്പ്യാർ എന്നോട് പറഞ്ഞു അവരുടെ മകളാവാൻ പ്രായമുള്ള ഒരു അതൊന്നും നോക്കുന്ന ഒരു സാമൂഹിക പരിതസ്ഥിതിയിലല്ല ആ സ്ത്രീ ജീവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് ചുറ്റും നിൽക്കുന്ന ഒരുപാട് ഗുണ്ടകളുടെ നിയന്ത്രണത്തിൽ അവർ എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടുന്നു. അതിൻ്റെ അനന്തര ഫലങ്ങളാണ് അവിടുത്തെ ജനങ്ങൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ ഈ കോൺഗ്രസ് ഏതെങ്കിലും നിലയ്ക്ക് ഇപ്പം ഈ ഇന്ത്യ മുന്നണിയുടെ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എന്നിരുന്നാൽ പോലും മത്സരിച്ചതിന് ശേഷം അവർ ഇന്ത്യ മുന്നണിയെ പിന്താങ്ങുന്നതിൻ്റെ പേരിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട് നടത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളോട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഇത്തരത്തിൽ ഇരയാകുന്നവരോട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കാണിക്കുന്ന അങ്ങേയറ്റം അനീതിയാണ് എന്ന് വേണം അതിന് പറയാൻ. ശ്രീ കപിൽ സിബാലിൻ്റെ കാര്യത്തിൽ അനിൽ നമ്പ്യാർ ചിരിച്ചിട്ട് പറഞ്ഞത് എന്തോ ഒരു 28 പേര് ഒരു വിമത ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ അദ്ദേഹം അതിൽ നിന്ന് പുറത്തേക്ക് പോയി 27 പേരും കോൺഗ്രസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അദ്ദേഹം ഏത് സമാജ്വാദി പാർട്ടിയിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അലവലാതി പാർട്ടിയിലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോ വിക്കിപീഡിയ നോക്കിയപ്പോൾ തോന്നുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കേസിൽ അദ്ദേഹം രാജ്യസഭാ അംഗമാണ്, പക്ഷേ സമാജ്വാദി പാർട്ടി എന്നൊന്നും പറയുന്നില്ല. രാജ്യസഭാ അംഗമാണ് അദ്ദേഹം. അത് അങ്ങനെ നമ്മൾ വലിയ സസ്പെൻസിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ജനങ്ങളെ പ്രത്യേകിച്ച് ഇത്തരം ഒരവസ്ഥയിൽ അങ്ങേയറ്റം വിമർശന വിധേയനാകേണ്ട ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ഇതായിരിക്കാം വിക്കിപീഡിയ എന്ന് കരുതുക. ഇനി ഞാൻ ഇവിടെ ഈ കൽക്കത്തയിൽ കാണാതായ ഒരു 24,500 ആളെ പറ്റിയിട്ട് വേണുജി പറഞ്ഞ ഒരു സംഭവത്തിന്റെ കാര്യത്തിൽ വേണുജിക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. നമ്മുടെ ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടി CPM-ലൂടെ കോൺഗ്രസിൽ വരികയും കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് എത്തുകയും ചെയ്ത ശ്രീ അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന അത്ഭുതക്കുട്ടി പറഞ്ഞ ഒരു സംഭവം അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് ാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയിട്ടുള്ള പുസ്തകത്തിലാണെന്നാണ്. അദ്ദേഹത്തോട് ഈ കേരളത്തിലെ വെട്ടിക്കൊലപാതകത്തെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ഈ കൽക്കത്തയിലുള്ള ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനോട് സംസാരിച്ചു ഉത്തരേ. അതായത് ഇങ്ങനെ ഞങ്ങൾ അവിടെ വെട്ടിക്കൊലയാണ്, നമുക്ക് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലുന്ന രീതിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് അബ്ദുള്ളക്കുട്ടി ഉപദേശിച്ചു തരും, നിങ്ങൾ ചെയ്യുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും വെട്ടിക്കൊല്ലൊന്നും ചെയ്യരുത്. നമുക്കുള്ള രാഷ്ട്രീയ എതിരാളികളെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ജീവനോടെ പിടിച്ചു കൊണ്ടുവന്ന് 6.5 അടി താഴ്ചയുള്ള ഒരു കുഴി കുഴിക്കുക. അതായത് ഒരാൾക്ക് നീളത്തിൽ ഇറങ്ങി പോകാവുന്ന ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് ഒരു ചാക്ക് പഞ്ചസാര അതിലേക്ക് ഇട്ടിട്ട് കത്തിക്കുക. അപ്പോൾ പിന്നെ ഒരു തെളിവും കാര്യങ്ങളും ഇല്ല. അബ്ദുള്ളക്കുട്ടി പറഞ്ഞതാണ് കൽക്കത്തയിൽ നടക്കുന്ന രീതി ഇങ്ങനെയാണ്, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ വെട്ടിക്കൊന്നിട്ട് അതിന് തെളിവുകളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന രീതിയൊക്കെ അവസാനിപ്പിക്കണമെന്ന്. അപ്പോൾ 24,000 ആൾക്കാരെ കാണാതായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് ആ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഭരണത്തിലേക്കാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത് എന്ന് മമത ധരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം നമ്മൾ പറയില്ലേ ഒരു വിഡ്ഢിത്തം നിറഞ്ഞിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് അവർ കൽക്കത്തയിലെ ജനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമുക്കിപ്പോൾ ഈ ചർച്ചയിൽ പറയാനുള്ളത് ഇതാണ്. ഇനി ഒരു നിർഭയ എന്ന് പേര് കൊടുത്തുകൊണ്ട് ഒരു പെൺകുട്ടി ഇന്ത്യയിൽ എവിടെയും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നമുക്കുണ്ടായിട്ടുള്ള നമ്മുടെ വന്ദനാദാസിന്റെ പ്രശ്നത്തിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ടുള്ള ജോലി ചെയ്യാനുള്ള സൗകര്യം അതാത് സംസ്ഥാന സർക്കാരുകൾ ഒരുക്കി കൊടുക്കണം. അത് ഓർഡിനൻസും കുറെ ഓർഡറുകളും ഇറക്കിക്കൊണ്ട് ഞങ്ങൾ ഇവരുടെ സംരക്ഷണം ചെയ്തു കഴിഞ്ഞു, ഞങ്ങൾ ഇനി അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊന്നും പറയരുത്. മറ്റൊരു കാര്യം കൂടി ഈ ചർച്ചയിൽ പറയാനുള്ളത്, ഇത്തരക്കാരെ ഇപ്പോൾ ഇവിടെ ഒരു ദന്ത ഡോക്ടറെ ജോലി കഴിഞ്ഞു പോകുന്ന സ്കൂട്ടറിൽ നിന്ന് പോകുന്ന ഒരു സ്ത്രീ ആന്ധ്രാപ്രദേശിൻ്റെ ഏതോ പ്രാന്തപ്രദേശങ്ങളിൽ 3 കശ്മലന്മാർ ചേർന്ന് കൊന്നു. അവരെ
എൻകൗണ്ടർ ചെയ്തിട്ട് പോലീസ് കൊന്നു. ആ പോലീസുകാർക്ക് ഇന്നും അതൊക്കെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ആരാധകരുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതേമാതിരി തന്നെയാണ് യു പിയിൽ നിന്ന് വരുന്ന 1-2 വാർത്തകൾ. അങ്ങേയറ്റം കൊള്ളക്കാരായ കുറച്ച് പേരെ ഇത്തരത്തിൽ അവിടെ ജീപ്പിൽ നിന്ന് ചാടിപ്പോവാൻ ശ്രമിച്ചു, പോലീസായിട്ടുള്ള സംഘർഷത്തിൽ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരെ ഇത്തരത്തിലുള്ള ആരാധനാ കഥാപാത്രമായിട്ട് നമ്മുടെ കേരളീയരായ സാംസ്കാരികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന കേരളീയർ പോലും ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഈ കൽക്കത്തയിലെ ഈ പെൺകുട്ടിക്ക് ഈ ദുർഗതി വരുത്തിയവരെ അവിടുത്തെ പോലീസുകാർ ചെയ്യില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രതികളുടെ അന്വേഷണം ചെയ്യുന്ന എത്തി നിൽക്കുന്നിടത്തോളം അവർ തൃണമൂൽ കോൺഗ്രസിന്റെ ആൾക്കാരാണെന്ന് പറയുമ്പോൾ അവിടുത്തെ പോലീസുകാർ ഇത്തരത്തിലൊരു എൻകൗണ്ടറിലൂടെ ഒന്നും അവരെ ചെയ്യില്ല. പക്ഷെ അത് ചെയ്തിട്ടുള്ളൊരു വാർത്ത പുറത്തു വരാൻ ഇന്ത്യയിലെ ഏകദേശം ഒരു 100 കോടി ജനങ്ങൾ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ആണ് ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 100 കോടി ജനങ്ങളെങ്കിലും അത്തരത്തിലുള്ള എൻകൗണ്ടറിലൂടെ ഈ പ്രതികളെ, കാരണം ഇനി ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത് ഇവർക്ക് സുപ്രീം കോടതിയിലൂടെ നടപ്പിലാക്കാൻ ചുരുങ്ങിയതൊരു 10 വർഷമെങ്കിലും എടുക്കുമ്പോൾ ഇനിയും ഇവിടെ ഇത്തരത്തിലുള്ള നിർഭയമാരുണ്ടാകുമോ എന്ന് ഇവിടുത്തെ വീട്ടമ്മമാരും സാധാരണക്കാരായ ജനങ്ങളും ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തി നിൽക്കുകയാണ് ശ്രീ അനിൽ നമ്പ്യാർ. അല്ല, നിർഭയ കേസിൽ തന്നെ മൈനറായിട്ടുള്ള ആ പ്രതി എവിടെയോ ഉണ്ട്, കേരളത്തിലുണ്ടോ എന്ന് പോലും, കേരളത്തിൽ ഉണ്ട് എന്ന് പോലും ഇടക്കാലത്ത് അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. അവൻ കേരളത്തിലുണ്ടെന്നാണ് പറയണത്. അതെ, അവന് അതാണ് പറയണത്. നമ്മുടെ നീതി നിയമ സംവിധാനം ഈ കൽക്കത്തയിലെ ഈ പെൺകുട്ടിയെ, ഈ ഉറങ്ങിക്കിടന്ന് 36 മണിക്കൂർ ജോലി ചെയ്ത് ഉറങ്ങിക്കിടന്ന ഈ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് 14ഓളം വൂണ്ടുകൾ വരുത്തിക്കൊണ്ട് ബലാത്സംഗം ചെയ്തു കൊന്ന ഈ പ്രതിക്കും അത്തരത്തിലുള്ള എന്തെങ്കിലും നിയമത്തിന്റെ, കാരണം അവിടെയും ഇത്തരത്തിൽ 2 കോടി രൂപയോ അല്ലെങ്കിൽ 1 കോടി രൂപയോ പ്രതിഫലം വാങ്ങുന്ന ഒരുപാട് കപിൽ സിബാൽമാർ ഇവർക്ക് വേണ്ടി കോടതികളിൽ നിരന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് നിയമത്തിന്റെ പരിധിയിലൂടെ ഇത്തരം പ്രതികളും രക്ഷപ്പെടുന്ന അവസ്ഥയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ആന്ധ്രാപ്രദേശിന്റെ പ്രാന്തപ്രദേശത്ത് ഒരു വനിതാ ദന്ത ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്നവരെ എൻകൗണ്ടർ ചെയ്ത് കൊന്ന ആ പോലീസുകാരുടെ, നമ്മൾ പറയില്ലേ, ആ പോലീസുകാരെ നമ്മളാരും കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരൊക്കെ നമ്മുടെ മനസ്സിലെ ഒരു വീരപരിവേഷമായി നിൽക്കുന്നത് ഇത്തരക്കാർക്ക് നാളെ കോടതിയിൽ നിന്നും ശിക്ഷ വാങ്ങിച്ച് അവർക്കൊരു വധശിക്ഷ കോടതി കൊടുക്കുന്നത് വരെ കാത്തു നിൽക്കാനുള്ള മാനസികാവസ്ഥ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇല്ല എന്നുള്ള അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ പോലീസുകാരോ അല്ലെങ്കിൽ ജനങ്ങളോ ഇത്തരക്കാരെ കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത്.